കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിന് ഓട്ടോണമി പദവി നൽകിക്കൊണ്ട് UGCയും കണ്ണൂർ സർവകലാശാലയും ഉത്തരവായി. ഇതോടെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ സ്വയംഭരണാനുമതി ലഭിക്കുന്ന ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജായി നിർമ്മലഗിരി മാറി. UGCയുടെ അക്രഡിറ്റേഷനിൽ A++ ഗ്രേഡ് നേടിയിരിക്കുകയാണ് കോളേജിന് വീണ്ടും ഒരു അംഗീകാരം ലഭിച്ചതെന്ന് കോളേജ് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വയംഭരണം ലഭിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റിലാണ് ഇനി നിർമ്മലഗിരി കോളേജ് ഉള്ളത്. സ്വയംഭരണം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോൾ ഉണ്ട്. അതേസമയം തന്നെ നമുക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും പുതിയ പാഠ്യപദ്ധതി കരിക്കുളം ഉണ്ടാക്കിയെടുക്കുവാനും അതുപോലെ പരീക്ഷാ നടത്തിപ്പ്, മൂല്യനിർണ്ണയം, ഫലപ്രഖ്യാപനം, പരീക്ഷ നടത്തി അതിൻ്റെ ഫലം പ്രഖ്യാപിക്കാൻ എല്ലാ അധികാരവും കോളേജിന് സ്വയമായിട്ട് തന്നെ ലഭിക്കുകയാണ്. അതാണ് ഓട്ടോണമസ് പദവികൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് നമ്മൾ സ്വയംഭരണത്തിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ, കോളേജിലേക്ക് വരുന്ന കുട്ടികളുടെ അഡ്മിഷൻ ഇനി കോളേജിൽ നേരിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. നമുക്കറിയാം, സാധാരണ അഡ്മിഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലാണ് കുട്ടികൾ അപേക്ഷ കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ അല്ലെങ്കിൽ അതിലാണ് അപേക്ഷ കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് കോളേജിലേക്ക് ഈ കുട്ടികളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ചെറിയൊരു ശതമാനം സീറ്റുകൾ മാത്രമേ മാനേജ്മെന്റ് കോട്ടയിൽ ഉള്ളൂ. 80% സീറ്റുകളും മെറിറ്റിലാണ് പോകുന്നത്. ഇപ്പോൾ ഇനി മുതൽ അഡ്മിഷൻ എന്ന് പറയുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അത് കോളേജിൽ കുട്ടികൾ അപേക്ഷ നൽകണം. കോളേജിൽ ലഭിക്കുന്ന അപേക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി പറയുന്ന അല്ലെങ്കിൽ മാനദണ്ഡം അനുസരിച്ചുള്ള അഡ്മിഷൻ കൊടുക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ അപേക്ഷ കൊടുക്കേണ്ടതില്ല. ഓട്ടോണമസ് ആകുന്ന എല്ലാ കോളേജിൽ നേരിട്ട് ആപ്ലിക്കേഷൻ നൽകണം. അങ്ങനെയാണ് അഡ്മിഷൻ നമ്മൾ പൂർത്തീകരിക്കുക. സ്വയംഭരണ പദവി ലഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ, പാഠ്യപദ്ധതി രൂപീകരണം, പുതിയ കോഴ്സുകൾ ആരംഭിക്കൽ, പരീക്ഷാ നടത്തിപ്പ്, മൂല്യനിർണ്ണയം, ഫലപ്രഖ്യാപനങ്ങൾ എന്നീ ഉത്തരവാദിത്തങ്ങൾ കോളേജിന് തന്നെ നിർവഹിക്കാൻ സാധിക്കുമെന്നും സമയബന്ധിതമായി കോഴ്സുകൾ പൂർത്തീകരിക്കാനും ഫലം പ്രഖ്യാപനം നടത്താനും സാധിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ജോലിക്കും അത് ഉപകരിക്കുമെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് മാനേജർ മോൺസ്ട്രൽ ആന്റണി മുതുകുന്നൽ, ബാർസാർ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട്, പ്രിൻസിപ്പൽ ഡോക്ടർ TK സെബാസ്റ്റ്യൻ, സീനിയർ അധ്യാപകൻ പ്രൊഫസർ സാബു സെബാസ്റ്റ്യൻ, PTA വൈസ് പ്രസിഡന്റ് വിനീത നെബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.